നിങ്ങൾക്കൊരു 100 കോടി രൂപ നിങ്ങളുടെ സ്വത്തായിട്ടുണ്ട്. ഉം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് നിങ്ങളത് എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ ഒറ്റ മോളേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ആ സമയത്താണ് മുഹമ്മദ് നബി അടുത്ത ദിവസം വരുന്നത്. അപ്പോൾ നിങ്ങളിത് എഴുതി വെക്കാൻ വിചാരിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച മുഹമ്മദ് നബി വരികയാണ്. മുഹമ്മദ് നബി വന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ സ്ത്രീകൾക്ക് പുരുഷന് കൊടുക്കുന്നതിൻ്റെ പകുതി കൊടുക്കാൻ പാടുള്ളൂ. പുരുഷനില്ലാന്നുണ്ടെങ്കിൽ പകുതി കൊടുത്തിട്ട് ബാക്കി നിങ്ങളുടെ അനിയനും ചേട്ടനൊക്കെ വീതിച്ചു കൊടുക്കണം. ഇങ്ങനെ എഴുതി വെക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് തിങ്കളാഴ്ച നിങ്ങൾ കൊടുക്കാൻ വിചാരിച്ച മാതിരി 100 കോടി രൂപ മകളുടെ പേരിൽ എഴുതി വെക്കാനുള്ള അവകാശം ഉണ്ടോ വെള്ളിയാഴ്ച? ഇല്ല. ഇനിയിപ്പോൾ പറയൂ, അപ്പോൾ നിങ്ങൾ മുഹമ്മദ് നബി വരുന്നതിന് മുന്നേ ആയിരുന്നോ നിങ്ങളുടെ സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങൾ, മുഹമ്മദ് നബി വന്നതിന് ശേഷമാണോ അവകാശം കൂടുതൽ? അങ്ങനെ ചോദിക്കുമ്പം അതിന് മുമ്പാണ്. അപ്പോൾ അത് എഴുതി വെച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. എഴുതി വെച്ചത് കൊണ്ട് എന്താ ഇപ്പൊ പറയാ, ഗുണമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത